ചിത്രം സഹിതം പറയുകയാണ് ടി അജീഷ് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മാധ്യമപ്രവർത്തകൻ പറയുകയാണ് കേട്ടോ. കണ്ണൂർ ആറളത്തെ പുഴയോരത്ത് കുടിൽ പോലും ഇല്ലാതെ പിണറായി വിജയ കാരണഭൂതമേ. ഇത് കേട്ടോ, ഇത് കണ്ടോ, ഇന്നത്തെ മലയാള മനോരമ കണ്ടോ? നിന്റെ ഒരു അതിദരിദ്രരില്ലാത്ത കേരളം എത്ര 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 നാൾ നീ ഇങ്ങനെ പറ്റിക്കുമടോ ഇവിടുത്തെ മനുഷ്യന്മാരെ? ഒരു മുഖ്യമന്ത്രി എന്നൊക്കെ പറയുമ്പോ അതിനൊരു സത്യസന്ധത വേണ്ടടോ. ഇലക്ഷൻ ഇനി ആകെ 3-3.5 മാസമല്ലുള്ളൂ. വീട് വീഴാതെ കയറി ഇറങ്ങുകയാണ് അത്രേ സഖാക്കന്മാര്. വീട്ടുകാർ ചോദിക്കില്ലേ? മലയാള മനോരമ എന്ന് പറഞ്ഞത് നിങ്ങളുടെ ദേശാഭിമാനി പോലെ ആൾക്കാർ വായിക്കാത്ത പത്രമല്ല. കേരളത്തിലെ നമ്പർ 1 പത്രമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കുന്ന പത്രമാണിത്. നിങ്ങളുടെ സഖാക്കന്മാർ ഇന്ന് വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉമ്മറത്ത് ഈ പത്രം ഉണ്ടാവും. പിണറായി വിജയന്റെ ഏറ്റവും വലിയ തട്ടിപ്പ് പരിപാടി പൊളിച്ച, അല്ലെ, അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്ന പിണറായി വിജയന്റെ തട്ടിപ്പ് പൊളിച്ചടുക്കിയ ഈ പത്രം ഉമ്മർ കോലായിൽ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് കയറി ചെല്ലുക? പിണറായി വിജയന്റെ വാഴ്ത്തുപാട്ടുകളുമായി നിങ്ങൾ കയറി ചെല്ലുമ്പോൾ മുഖത്തേക്ക് ആഞ്ഞു തുപ്പില്ലവർ. കള്ളത്തരം പറയാൻ വേണ്ടി വന്ന കശ്മലന്മാരെ കടക്ക് പുറത്ത് എന്ന് നിങ്ങളോട് പറയില്ലേ അവര്? ഒന്നും രണ്ടുമല്ല അതിദരിദ്രർ. ഈ വാർത്ത ഇങ്ങനെയാണ്. കണ്ണൂർ ആറളത്തെ പുഴയോരത്ത് കുടിൽ പോലും ഇല്ലാതെ, ശ്രദ്ധിക്കണം, ഒരു കുടിൽ പോലും ഇല്ലാതെ, തലക്കുമേലെ ഒരു വലിച്ചു കെട്ടാൻ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലും ഇല്ലാതെ 44 കുടുംബങ്ങളുടെ കഠിന ജീവിതമാണ് കേട്ടോ. 44 കുടുംബങ്ങളാണ്. പട്ടയത്തിന് 16 വർഷമായി അപേക്ഷിക്കുന്നുവെങ്കിലും നടപടിയില്ല. അജീഷ് എഴുതുകയാണ്, ഒരു വയസ്സുള്ള കുഞ്ഞു മുതൽ 100 വയസ്സുള്ള വെളിച്ചി വരെ, വെളിച്ചി എന്നാണ് ആ അമ്മൂമ്മയുടെ മുത്തശ്ശിയുടെ പേര്, 60ഓളം പേർ, ഇവരുൾപ്പെടെ 60ഓളം പേർ പുഴയോരത്ത് കുടിലോ ടാർപോളിൻ ഷീറ്റോ പോലും ഇല്ലാതെ 16 വർഷമായി അന്തിയുറങ്ങുന്നു. കാരണഭൂതമേ, നിന്റെ കേരളത്തിൽ, നിന്റെ അതിദരിദ്രരില്ലാത്ത കേരളത്തിൽ 60ഓളം പേർ തലക്കുമുകളിൽ ഒരു കൂര വലിച്ചു കെട്ടാൻ പോലും നിവൃത്തിയില്ലാതെ പുഴയോരത്ത് പുഴുക്കളെ പോലെ നരകിക്കുകയാണ് കേട്ടോ. എന്നിട്ടുളുപ്പില്ലാതെ പറയുകയാണ്, എന്നിട്ടുളുപ്പില്ലാതെ കോടികൾ ചെലവിട്ട് പരസ്യം കൊടുക്കുകയാണ്. കാരണഭൂതം ഇവിടെ പട്ടിണി മാറ്റിയിരിക്കുന്നു, കുട്ടികളെ പഠിപ്പിക്കുകയാണ്. എത്ര പ്രാവശ്യം ചോദിക്കണടോ ഉളുപ്പുണ്ടോ എന്ന്? കുട്ടികളോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുക. ഏറ്റവും വലിയ കള്ളം പറയുന്ന മനുഷ്യനാരാണ് കേരളത്തിൽ? കേരളത്തിലെ സ്കൂൾ കുട്ടികൾ ഒരു പേര് പറയും. പിണറായി വിജയൻ ഞെട്ടരുത് കേട്ടോ. നിങ്ങൾ തന്നെയാണ് ആ കുട്ടികളെ കൊണ്ട് അങ്ങനെ നിങ്ങളുടെ പേര് പറയിപ്പിച്ചത്. കാരണം ഏതാണ്ട് ഒരാഴ്ച മുമ്പായിരുന്നല്ലോ ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്യൂസ് കോമ്പറ്റീഷൻ, അല്ലെ? നിങ്ങളുടെ പേരിൽ ഒരു മെഗാ ക്യൂസ് കോമ്പറ്റീഷൻ നടത്തി. അതിന്റെ പ്രാഥമിക ഘട്ടം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക്. ചോദ്യങ്ങൾ മുഴുവൻ നിങ്ങളുടെ PR വർക്കായിരുന്നു. എല്ലാറ്റിനും ഉത്തരം നിങ്ങളുടെ പേര്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു. അങ്ങനെയുള്ള പ്രഖ്യാപനം നടത്തിയതാരാണ്? കുട്ടികൾ എഴുതേണ്ട ഉത്തരം പിണറായി വിജയൻ. അവരെ ആദ്യം തന്നെ പഠിപ്പിച്ചിരുന്നു. ആ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നു കേട്ടോ. പ്രത്യേക പുസ്തകമൊക്കെ കൊടുത്തിട്ട് പിണറായി വിജയന്റെ മഹത്വങ്ങളെ കുറിച്ചുള്ള പുസ്തകം കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. അപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫേസ്ബുക്കിൽ ഹാരിസ് അറബിയുടെ ഒരു പോസ്റ്റ് കണ്ടു കേട്ടോ. ഹാരിസ് അറബി അതില് ഈ പഴയ സ്റ്റാലിന്റെ കാലത്തെ ഒരു കഥ പറയുകയാണ്. അതായത് നഴ്സറി കുട്ടികളെ, ഒരു കൂട്ടം നഴ്സറി കുട്ടികളെ ഒരു മുറിയിൽ അടച്ചിടുകയാണ്. അപ്പൊ ഈ കുട്ടികൾ കുറെ കഴിഞ്ഞപ്പോൾ കുട്ടികൾ ഇങ്ങനെ വിശന്ന് കരയാണ്. പാവം നഴ്സറി കുട്ടികളാണ്. റഷ്യയിലെ സംഭവമാണ്. ഈ കുട്ടികൾ ഇങ്ങനെ നിലവിളിക്കുമ്പോ ഇവരുടെ ആയ വന്ന് പറയും, നിങ്ങൾ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടായില്ല, നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടേ, നിങ്ങൾ ദൈവത്തെ വിളിച്ച് കരയൂ. ഈ പാവം നഴ്സറി കുട്ടികൾ അവര് ദൈവത്തെ വിളിച്ച് കരയുകയാണ്. ദൈവമേ, ഞങ്ങൾക്ക് വിശക്കുന്നു, എന്തെങ്കിലും തായോ. ഇവിടെ ദൈവത്തെ വിളിച്ച് അവരുടെ തൊണ്ട പൊട്ടി. അവസാനം ഈ ആയ വന്ന് ചോദിക്കുകയാണ്, അല്ല ദൈവം നിങ്ങൾക്കൊന്നും തന്നില്ലേ? നഴ്സറി കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് വിളിച്ചു, ഒന്നും തന്നില്ല, ഞങ്ങൾക്ക് വിശക്കുന്നു, വിശപ്പ് സഹിക്കാൻ വയ്യ. അപ്പൊ ആയ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നമ്മുടെ സ്റ്റാലിൻ സഖാവിനെ വിളിച്ച് കരയൂ. അപ്പൊ എന്താ സംഭവിക്കാൻ നോക്കാലോ. കുട്ടികൾ പറഞ്ഞു, സ്റ്റാലിൻ സഖാവേ, ഞങ്ങൾക്ക് വിശക്കുന്നു, എന്തെങ്കിലും തരുമോ എന്ന് പറഞ്ഞപ്പോഴതാ ആ മുറിയുടെ മോന്തായം തുറക്കുന്നു. സ്റ്റാലിന്റെ രഹസ്യ പോലീസുകാർ അതിനുള്ളിലേക്ക് ബ്രെഡ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ ഒക്കെ അതിനുള്ളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അതോടെ കുട്ടികൾക്ക് മനസ്സിലായി, ദൈവമല്ല,
ദൈവത്തെക്കാൾ മുകളിലാണ്. ദൈവത്തെ വിളിച്ച് കരഞ്ഞാലൊന്നും കിട്ടില്ല, പക്ഷെ സ്റ്റാലിൻ സഖാവിനെ വിളിച്ച് കരഞ്ഞാൽ കിട്ടും. അപ്പോൾ റഷ്യയില് നഴ്സറി കുട്ടികളെ പോലും സ്റ്റാലിൻ സഖാവാണ് ദൈവത്തെക്കാൾ മുകളിലുള്ളത്, സ്റ്റാലിൻ സഖാവിനെ വിളിച്ച് കരഞ്ഞാലേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന രീതിയിലുള്ള ഒരു നറേറ്റീവ് റഷ്യയിൽ ഉണ്ടാക്കി എന്ന തരത്തിലുള്ള ഒരു കഥയാണ് ഹാരിസ് അറബി ഫേസ്ബുക്കിൽ പങ്കുവെച്ച് കേട്ടോ. എന്നിട്ട് അവസാനം ബ്രാക്കറ്റിനുള്ളിൽ എഴുതിയിട്ടുണ്ട്, ഈ കഥ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചിരിക്കുന്നവരോ ആയ ആരുമായിട്ടും സാദൃശ്യമൊന്നുമില്ല. ആരുമായിട്ടും സാദൃശ്യമൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളൂ, വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഏതായാലും കുട്ടികളെ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുക, അതായത് പിണറായി വിജയൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്കൂൾ കോളേജ് പിള്ളേരെ മുഴുവനും അവരെ പഠിപ്പിക്കുകയാണ്. ആരാണ് കാരണഭൂതമാണ് ദൈവത്തെക്കാൾ മുകളിലുള്ളത്. അപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാവിധ കാര്യങ്ങളുടെയും ഉപജ്ഞാതാവാരാണ്, കാരണഭൂതമാണ്. കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റി. ആര് മാറ്റി? കാരണഭൂതം മാറ്റി. അപ്പൊ ചെറിയ കുട്ടികളല്ല, അത്യാവശ്യം മുതിർന്ന കുട്ടികൾ, സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ കള്ളത്തരം ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ്. ആ കള്ളത്തരമാണ് ഇന്ന് മലയാള മനോരമ പൊളിച്ചിരിക്കുന്നത് കേട്ടോ. മലയാള മനോരമയിലെ എന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ടി അജീഷിന്റെ ഒരു വയലന്റ് സ്റ്റോറിയാണ് ടി അജീഷിന്റെ പത്രപ്രവർത്തക ജീവിതം തുടങ്ങുന്നത് കേരളമുദിയിലായിരുന്നു കേട്ടോ. കേരളമുദിയിലെ ഏറ്റവും മികച്ച റിപ്പോർട്ടർമാരിൽ ഒരാളായിരുന്നു ടി അജീഷ്. സാധാരണ രീതിയിൽ മികച്ച റിപ്പോർട്ടർ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ പ്രഗത്ഭനാണ്. ഒന്ന്, വാർത്തകൾ കണ്ടെത്താനുള്ള കഴിവ്. വാർത്തകൾ കണ്ടെത്തിയാൽ മാത്രം പോരാ, അത് അവതരിപ്പിക്കാനുള്ള കഴിവ്. ഇങ്ങനെ രണ്ട് കഴിവുകളും ചേർന്ന ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച റിപ്പോർട്ടർമാരിൽ ഒരാളാണ് ടി അജീഷ് കേരളമുദിയിൽ നിന്ന് പിന്നീട് മനോരമയിലേക്ക് പോയി. മനോരമയിൽ ഇപ്പോൾ ജോലി ചെയ്തു വരുന്നു. കണ്ണൂരിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ അജീഷിന്റെ മെയിൻ സ്റ്റോറിയാണ് ഇതും കേരളം. അതായത് കേരളം നമ്പർ 1 എന്നാണല്ലോ പറയാ. ഇതും നമ്പർ 1 കേരളമാണ് എന്ന് അജീഷ് പറയുകയാണ് കേട്ടോ. എന്താ സംഭവം എന്നറിയോ? ഞെട്ടരുത് കേട്ടോ. കാരണം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കാരണഭൂതം മാറ്റിയിട്ടുണ്ട്. കുട്ടികളെ അത് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. കുട്ടികൾ ആ ഉത്തരം എഴുതി ശരിവെച്ചിട്ടുണ്ട്. അപ്പോഴാണ് കുട്ടികൾ ഇപ്പോൾ കള്ളത്തരം മനസ്സിലാവുന്നത്. ഞങ്ങളെ കള്ളത്തരം പഠിപ്പിക്കുകയായിരുന്നു. ഏറ്റവും വലിയ കള്ളൻ ആനക്കള്ളൻ കാരണഭൂതമാണ് എന്ന് കുട്ടികൾ തിരിച്ചറിയുകയാണ് കേട്ടോ. ഇതാണ് വെച്ചവെടി ആസനത്തിൽ കൊള്ളുക എന്ന് പറഞ്ഞാൽ. വെച്ച വെടികളെല്ലാം സ്വന്തം മൂട്ടിൽ കൊള്ളുകയാണ് സഖാക്കന്മാർക്ക് എന്ന് ഈ വാർത്ത തെളിവ് നൽകുന്നു കേട്ടോ. രാജവെമ്പാലയും കാട്ടാനയും ഏത് സമയവും എത്താവുന്ന സ്ഥലത്ത് കഴിയുന്ന ഇവരും മനുഷ്യരാണ് കേട്ടോ. കാരണഭൂതമേ, ഇവരും മനുഷ്യരാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ ടി അജീഷ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ. പക്ഷേ സർക്കാരിന്റെ അതിദാരിദ്ര്യ പട്ടികയിലോ വോട്ടർ പട്ടികയിലോ ഇവരുടെ പേരില്ല. കാരണം ഇവർക്ക് വീടും ഭൂമിയുമില്ല. അങ്ങനെ കാരണഭൂതത്തിന്റെ സ്വന്തം നാട്ടിൽ വീടും ഭൂമിയുമില്ലാതെ നരകിച്ച് പുഴുക്കളെ പോലെ ജീവിക്കുന്ന 60 മനുഷ്യരുടെ കടലിൽ നിന്ന് ചോര വാർന്നൊഴുകുന്ന കഥയാണ് കേട്ടോ ഇത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ആദിവാസി പുനരധിവാസ മേഖല എന്ന് പറയുന്ന ആറളത്തെ 13-ാം ബ്ലോക്കിലെ 55-ാം ഭാഗത്തെ വിയറ്റ്നാം പുഴയോരത്താണ് പണിയ വിഭാഗത്തിൽപ്പെട്ട 44 കുടുംബങ്ങൾ കഴിയുന്നത്. പട്ടയം ഉടൻ നൽകാമെന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ വാക്കിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ചു കഴിയുന്ന ഇവരെ കുറിച്ച് ST പ്രൊമോട്ടർമാർ മുതൽ കളക്ടർ വരെയുള്ളവർക്ക് അറിയാമെങ്കിലും ഒരു നടപടിയുമില്ല. മാസത്തിൽ ഓരോ കുടുംബത്തിനും ലഭിക്കുന്ന 30 കിലോഗ്രാം റേഷനരിയാണ് ഏക ആശ്വാസം. രാത്രിയിൽ വെളിച്ചത്തിന് ടോർച്ചിന്റെ വെട്ടം മാത്രം. കേരളം നമ്പർ 1 കേരളം, അതിലെ സ്ഥിതിയാണിത് കേട്ടോ. വീണ്ടും വോട്ട് ചെയ്യണം കേട്ടോ. വീണ്ടും വോട്ട് ചെയ്യണം. 3-ാം തവണയും കാരണഭൂതത്തെ അധികാരത്തിലേറ്റണം. കൂടുതൽ അതിദരിദ്രരെ സൃഷ്ടിക്കാൻ, എന്നിട്ട് കോടികൾ മുടക്കി അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാണെന്ന് പ്രചരിപ്പിക്കാൻ. കുട്ടികളെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ക്വിസ് പരിപാടി, എല്ലാ ചോദ്യത്തിനും ഉത്തരം പിണറായി വിജയൻ. എങ്ങനെയാണോ സ്റ്റാലിൻ റഷ്യയിലെ കുഞ്ഞുങ്ങളെ ഈ രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തത്, അതേപോലെ കേരളത്തിലെ കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ പുറപ്പെടുന്ന കാരണഭൂതത്തെ 3-ാം തവണയും അധികാരത്തിലേറ്റണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് കേട്ടോ. ജനനവും മരണവും പുഴയോരത്ത് എന്ന് പറയുന്ന ഒരു സൈഡ് സ്റ്റോറി കൂടിയുണ്ട്. ജനിക്കുന്നതും മരിക്കുന്നതുമെല്ലാം ഈ പുഴയോരത്ത്. മറ്റൊരു വാർത്ത അതിന്റെ കൂടെ തന്നെയുണ്ട്. കൊച്ചിയിൽ നിന്നാണ് 130 മനുഷ്യർ 2 ശുചിമുറി. നോക്കണം കേരളത്തിലെ അവസ്ഥ. 130 മനുഷ്യർക്ക് 2 ശുചിമുറിയാണ്. അതിന്റെ അവസ്ഥ വായിച്ചു കഴിഞ്ഞാൽ ഞെട്ടും നിങ്ങൾ. ആ ശുചിമുറിയുടെ അവസ്ഥ പോലും മനസ്സിലാക്കുമ്പോ ഇങ്ങനെയാണ് കേരളത്തിലെ അവസ്ഥ.
ഇങ്ങനെ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ കേരളത്തിന്റെ പൊതുകടം എന്ന് പറയുന്നത് 6.25 ലക്ഷം കോടിയിലേക്ക് ഉയർത്തിയ അല്ലെ. കഴിഞ്ഞ 10-30 വർഷത്തെ പൊതുകടം എന്ന് പറയുന്നത് ഏതാണ്ട് 1.5 ലക്ഷം കോടിയായിരുന്നു. ആ 1.5 ലക്ഷം കോടി എന്നുള്ളത് 4 ഇരട്ടി. കഴിഞ്ഞ 10 വർഷം കൊണ്ട് അത് 6 ലക്ഷം കോടിയാക്കി പൊതുകടം ഉയർത്തിക്കൊണ്ട് കടം വാങ്ങി കേരളത്തെ മുടിപ്പിച്ച മുഖ്യമന്ത്രി ഏത് എന്നതാണ് ചോദ്യം. കാരണഭൂതമേ, കുട്ടികളോട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. അതല്ലാതെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറ്റിയ കേരളത്തെ ആ പ്രഖ്യാപനം നടത്തിയ മുഖ്യമന്ത്രി ആര് എന്നല്ല ചോദിക്കേണ്ടത്. കേരളത്തിന്റെ പൊതുകടം, ഇവിടെ ജനിക്കാനിരിക്കുന്ന ഓരോ കുഞ്ഞിന്റെ ശിരസിലേക്കും കോടികളുടെ കടഭാരം വരുത്തിവെച്ച മുഖ്യമന്ത്രി ആര് അല്ലേ? പരനാറി എന്നും നികൃഷ്ട ജീവിയെന്നും കുലംകുത്തിയെന്നും ഒക്കെ അധമ ഭാഷകൾ ഉപയോഗിക്കുന്ന മനുഷ്യൻ ആര് എന്നൊക്കെയാണ് ചോദിക്കേണ്ടത്. 41 വെട്ടിക്കൊണ്ട് ടി പി ചന്ദ്രശേഖരനെ കൊന്നിട്ട് ആ മനുഷ്യനെ വീണ്ടും മരിച്ചു കഴിഞ്ഞാലും അയാൾ കുലംകുത്തിയാണ് എന്ന് വിളിക്കുന്ന ആ പരുക്കൻ അധമനായ ആ മനുഷ്യന്റെ പേരെന്താണ് എന്ന ചോദ്യമാണ് ചോദിക്കേണ്ടത്. കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കണം, കുട്ടികൾ മനസ്സിലാക്കിപ്പിക്കണം. ഇങ്ങനെ ഒരു കാരണഭൂതത്തിന്റെ ഗവൺമെന്റിനെ വീണ്ടും അധികാരത്തിലേറ്റണോ എന്ന് കുട്ടികൾ തീരുമാനിക്കും കേട്ടോ. നടുക്കുന്ന വാർത്തയാണിത്. ഇതും കേരളം അല്ലേ? ഇതും കേരളമാണ്. വീടുതോറും ഇറങ്ങുന്ന സഖാക്കന്മാർ തൽക്കാലം ഇന്ന് പോകരുത് കേട്ടോ, മുഖമടച്ച് ചൂലുകൊണ്ടടി കിട്ടും, അല്ലെങ്കിൽ കാർക്കിച്ച് തുപ്പും നിങ്ങളെ. അതുകൊണ്ട് ഇന്ന് വീടാന്തരം കയറി ഇറങ്ങണ്ട കേട്ടോ. കാരണഭൂതത്തിന്റെ സ്തുതിഗീതങ്ങളുമായി 3-ാം തവണയും കാരണഭൂതത്തെ അധികാരമേൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വോട്ട് ചെയ്യൂ എന്നും പറഞ്ഞിട്ട് കയറി ഇറങ്ങണ്ട കേട്ടോ. അക്കാര്യം മാത്രമേ ഞാൻ ഇതിൽ പറയുന്നുള്ളൂ കേട്ടോ. ഇനിയുമുണ്ട് ഒരുപാട് വിശേഷങ്ങൾ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.